നമസ്കാരം. ഡിജിറ്റൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വന്തമായുള്ള വിവരം നൽകൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ജൂൺ 16 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ കുടുംബനാഥന്മാരും കുടുംബനാഥമാരാണെങ്കിൽ അവരും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒന്നാണ് ഈ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നിങ്ങൾക്കിത് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ പേഴ്സണൽ കമ്പ്യൂട്ടറിലോ തുടങ്ങിയ ഏത് ഡിവൈസിലും ചെയ്യാൻ കഴിയും. ജൂൺ 30 വരെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മ വയ്ക്കുക. അപ്പോൾ ആരും തന്നെ ഇതിൽ നിന്ന് ഒഴിയാൻ പാടില്ല. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ ലളിതമായി ചെയ്തു കാണിക്കുകയാണിവിടെ. ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്ത ചിലരെങ്കിലും നമ്മുടെ ചുറ്റിലും ഉണ്ടാകും. അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവർ കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന അഭ്യർത്ഥനയോടെ നമുക്ക് ഈ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഞാനിവിടെ മൊബൈൽ ഫോണിലാണ് ഇത് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇതിനു ശേഷം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം മൊബൈൽ ഫോണിൽ ഇതെങ്ങനെ ചെയ്യാം എന്നാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ എനേബിൾ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കുന്നത്. ഇത് എനേബിൾ ആയി കഴിയുമ്പോൾ അവിടെ നമ്മുടെ ലൊക്കേഷൻ ഓൺ ആയി കഴിയും. ഞാനിവിടെ ഗൂഗിൾ ക്രോമിൽ ടൈപ്പ് ചെയ്യുകയാണ് sc.census.gov.in എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ സെൻസസ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റ് കേരളമാണ്. നമ്മളിവിടെ കേരളം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ ക്യാപ്ച എൻ്റർ ചെയ്യണം. ഈ ക്യാപ്ചയിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആദ്യം കിടക്കുന്നത് പി, രണ്ടാമത് 0 ആണോ O ആണോ എന്ന സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് റിഫ്രഷ് ചെയ്ത് പുതിയൊരു ക്യാപ്ച വരും. ഇപ്പോൾ എനിക്ക് ഇതും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വേറൊരു ക്യാപ്ച റിഫ്രഷ് ചെയ്ത് കണ്ടുപിടിച്ചു. ആ ക്യാപ്ച ഞാൻ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ആ ക്യാപ്ച ഞാനിവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ചില മെസ്സേജുകൾ തന്നിട്ടുണ്ട്. വെൽക്കം ടു സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ എന്നാണ് പറയുന്നത്. നമുക്കവിടെ ഓക്കെ ബട്ടൺ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്. ഒന്ന്, നെയിം ഓഫ് ഹൗസ് ഹോൾഡ്, കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേര്. പിന്നെ ഒരു മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പർ മറ്റൊരു കുടുംബനാഥന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നു പ്ലീസ് എൻ്റർ ദ നെയിം ഓഫ് ദ ഹൗസ് ഹോൾഡ് കറക്റ്റ്ലി. ഹൗസ് ഹോൾഡിന്റെ പേര് കറക്റ്റായിട്ട് എഴുതണം. വൺസ് രജിസ്റ്റേർഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച് ലേറ്റർ. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ പിന്നീട് അത് മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നു. നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ പേര്, മൊബൈൽ നമ്പർ ഇവ രണ്ടും നമ്മൾ എൻ്റർ ചെയ്തു. വേണമെങ്കിൽ ഒരു ഇമെയിൽ ID നമുക്ക് കൊടുക്കാം, ഉണ്ടെങ്കിൽ. ഇല്ല എങ്കിലും പ്രശ്നമില്ല. അതിനുശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP അയച്ചിട്ടുണ്ടെന്നുള്ള മെസ്സേജാണ് വരുന്നത്. ഓക്കെ കൊടുക്കുന്നു. മൊബൈലിലേക്ക് വന്ന OTP നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. OTPക്ക് തൊട്ട് മുകളിലായി പ്ലീസ് സെലക്ട് ലാംഗ്വേജ്, നമ്മുടെ ഭാഷ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. നമ്മൾ മലയാളം എന്ന് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മലയാളമല്ല മറ്റേതെങ്കിലും ലാംഗ്വേജ് ആണ് കൺവീനിയന്റ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയന്റ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് തന്നെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഹിന്ദി, ഏത് ഭാഷയും തിരഞ്ഞെടുക്കാം. ഞാനിവിടെ മലയാളം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരികയാണ്. നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷൻ കൃത്യമായി രേഖപ്പെടുത്താനാണ് പറയുന്നത്. ഇതിലൊരു മാർക്കറുണ്ട്. ആ മാർക്കർ നിങ്ങളുടെ വീടിന്റെ മുകളിൽ വരുമ്പോൾ നമ്മുടെ വീട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ച് ഇനി നമ്മൾ കാണാൻ പോകുന്ന മാപ്പിനെ വശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കുമൊക്കെ നമുക്ക് നീക്കാനും ആ രീതിയിൽ നമ്മുടെ വീടിന്റെ തൊട്ടു മുകളിൽ ഇതിലുള്ള ഒരു മാർക്കർ വന്ന് നിൽക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്യുക. തൊട്ടു താഴെ നമ്മുടെ വില്ലേജ്, പട്ടണം, അവിടെ നമ്മൾ കഴ്സർ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ വില്ലേജ് നമുക്കതിൽ കാണാൻ കഴിയും. അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്ന വീടിന്റെ ജില്ല സെലക്ട് ചെയ്തു. പിൻകോഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം വില്ലേജും സെലക്ട് ചെയ്തു. തൊട്ട് താഴെയുള്ള തിരയുക എന്ന ആ ഒരു ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ
ഏതാണ്ട് നമ്മുടെ വീടിന് സമീപത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. അതിൽ നിന്നാണ് ഇനി നമ്മുടെ വീടിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ തിരയാൻ പോകുന്നത്. എന്റെ 2 വിരലുകൾ കൊണ്ട് ഞാൻ ഈ മാപ്പിനെ ഒന്ന് സൂം ചെയ്യുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്ന വീടിന്റെ സമീപത്തുള്ള എന്തെങ്കിലും എനിക്ക് കാണാൻ കഴിയുമോ എന്ന് നോക്കുകയാണ്. ആ വീടിരിക്കുന്ന ഗ്രാമത്തിന്റെ പേര് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അതിനടുത്തുള്ള ഒരു സ്കൂളിന്റെ പേരും എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിനടുത്തായി മൽഹാർ സ്റ്റുഡിയോസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ അന്വേഷിക്കുന്ന വീട്. 2 വീടുകൾ ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ വീടാണ് മൽഹാർ സ്റ്റുഡിയോസ്. ആ വീടാണ് നമുക്കിപ്പോൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ആ മാർക്കറിനെ ആ വീടിന് തൊട്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ വീടിന് തൊട്ട് മുകളിലായി ആ ലൊക്കേറ്ററിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. താങ്കളുടെ താമസ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിന്റെ ലാറ്റിറ്റ്യൂഡും ലോങ്കിറ്റ്യൂഡും അവിടെ നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ, വിരലുകൊണ്ട് ഞാൻ ഈ വീടിനെ സൂം ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുക. സ്ഥലം സ്ഥിരീകരിക്കുക എന്ന ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ലൊക്കേഷൻ കറക്റ്റ് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് അടുത്തത് എന്ന ബട്ടൺ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സേവ് ചെയ്ത് അടുത്തത് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുകയാണ്. തിരഞ്ഞെടുത്ത സ്ഥലവുമായി തുടരണോ എന്ന ചോദ്യമാണ്. നമ്മൾ വേണം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക എന്ന ആദ്യ ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഘട്ടമാണ്. അത് വീടിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തേണ്ട ഘട്ടമാണ്. അവിടെയുള്ള ഓരോ ചോദ്യത്തിനും നമ്മൾ ഉത്തരം നൽകാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം, സെൻസസ് വീടിന്റെ നിലത്തിനുപയോഗിച്ച പ്രധാന സാമഗ്രി ഏതെന്നുള്ളതാണ്. നമ്മുടെ വീടിന്റെ തറ മൊസൈക്ക് ആണോ, ടൈലാണോ, സിമന്റ് ആണോ? നമ്മളിവിടെ ടൈലാണെങ്കിൽ ടൈൽ സെലക്ട് ചെയ്യുന്നു. അടുത്തതായി സെൻസസ് വീടിന്റെ ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രികൾ നോക്കുക. മരം, സിമന്റോ ചുണ്ണാമ്പുകല്ലോ, കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് സെലക്ട് ചെയ്യുക. സെൻസസ് വീടിന്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി എന്താണെന്ന് സെലക്ട് ചെയ്യുക. കല്ല്, സ്ലേറ്റ്, GI. കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് സെലക്ട് ചെയ്യുക. ഈ സെൻസസ് വീടിന്റെ അവസ്ഥ നല്ലത്, താമസിക്കാവുന്നത്, ജീർണിച്ചത്. നമ്മൾ താമസിക്കാവുന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സേവ് ചെയ്ത് അടുത്തത് എന്നത് സെലക്ട് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ പുനഃസജ്ജമാക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ സേവ് ചെയ്ത് അടുത്തത് എന്ന ബട്ടനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ വേണം എന്ന ബട്ടണിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് നൽകേണ്ടത്. ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ ആകെ എണ്ണം അത് എഴുതുക. കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ പേര് എഴുതുക. അത് എഴുതേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട്. കുടുംബനാഥന്റെ ഭാഷ അതും അവിടെ ഓട്ടോ ഫിൽഡ് ആയിരിക്കും. കുടുംബനാഥന്റെ നാഥയുടെ ലിംഗഭേദം, ജെൻഡർ എന്ന് പറയുന്നത് ആണാണെങ്കിൽ ആണെന്ന് സെലക്ട് ചെയ്യുക, പെണ്ണാണെങ്കിൽ പെണ്ണ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പട്ടികജാതി, പട്ടികവർഗം, മറ്റുള്ളവർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അടുത്തത് ഈ വീടിന്റെ ഉടമസ്ഥത, സ്വന്തം വീടാണോ എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാടക വീടാണെങ്കിൽ അത് എഴുതുക. താമസിക്കുന്ന മുറികളുടെ എണ്ണം നമ്മുടെ വീടിന്റെ അടുക്കള മുറിയായി കൂട്ടുമോ, അതുപോലെ തന്നെ ഹാള് മുറിയായി കൂട്ടുമോ, സിറ്റ് ഔട്ട് മുറിയായി കൂട്ടുമോ എന്നുള്ളതുണ്ട്. അതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ തൽക്കാലം നമ്മളിപ്പോൾ താമസിക്കുന്ന മുറികളുടെ എണ്ണം, നമ്മൾ കിടന്നുറങ്ങാൻ കഴിയുന്ന മുറികളുടെ എണ്ണമാണ് എഴുതുന്നത്. അടുത്തത് ഈ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം, ഭാര്യയും ഭർത്താവും ചേർന്നതാണ്. അപ്പോൾ അത് 1 എന്നെഴുതിയാൽ ഒരു ദമ്പതിയായി കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് സേവ് ചെയ്ത് അടുത്തതിലേക്ക് എന്ന് പോകാം. അവിടെയും ചോദിക്കുന്നു വേണമോ എന്ന്, നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അടുത്തത് കുടുംബത്തിന് ലഭ്യമായ സൗകര്യങ്ങൾ. കുടിവെള്ളത്തിന്റെ പ്രധാന സ്രോതസ് എന്താണെന്ന് എഴുതുക. കിണറാണെങ്കിൽ കിണർ, കുഴൽക്കിണറാണെങ്കിൽ കുഴൽക്കിണർ. അടുത്തത് കുടിവെള്ള സ്രോതസിന്റെ ലഭ്യത, പരിസരത്ത് തന്നെയുണ്ടോ, പരിസരത്തിന് അടുത്തുണ്ടോ, ദൂരെയാണോ? പരിസരത്താണെങ്കിൽ പരിസരത്ത് എഴുതുക. വെളിച്ചത്തിന്റെ പ്രധാന സ്രോതസ് മിക്കവാറും എല്ലാം ഇലക്ട്രിസിറ്റി ആയിരിക്കും, വൈദ്യുതി എന്ന് തന്നെ എഴുതുന്നു. കക്കൂസിന്റെ ലഭ്യത ഉണ്ടെങ്കിൽ കുടുംബത്തിന്റെ ഉപയോഗത്തിന് മാത്രം, മറ്റു കുടുംബമായി പങ്കിടുന്നു. പൊതു കക്കൂസ് നമ്മൾ കുടുംബത്തിന്റെ ഉപയോഗത്തിന് മാത്രം എഴുതുന്നു. ഇല്ല എങ്കിൽ തുറസായ സ്ഥലം എന്ന് ടിക്ക് ചെയ്യുന്നു. കക്കൂസിന്റെ തരം, ഫ്ലഷ്, വെള്ളമൊഴിക്കുന്ന ഫ്ലഷ്, കക്കൂസ് ബന്ധിച്ചിട്ടുള്ള ആ കക്കൂസുകളുടെ വിവരമാണ് അവിടെ എഴുതേണ്ടത്. അവിടെ പൈപ്പോട് കൂടിയ സീവർ സംവിധാനമുണ്ട്, ഇരട്ടക്കുഴി കക്കൂസുണ്ട്, ഒറ്റക്കുഴി കക്കൂസുണ്ട്, സർവീസ് കക്കൂസുണ്ട്. ഇതിലേതാണോ നമ്മുടെ വീട്ടിലുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ബന്ധിപ്പിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇപ്പം മൂടിയ ഡ്രെയിനേജ്. അടുത്തത് പരിസരത്ത് ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യം, കുളിമുറി ഉണ്ടെങ്കിൽ കുളിമുറി. അടുക്കളയുടെയും LPG കണക്ഷനുകളുടെ ലഭ്യതയാണ്. പാചകം അടുക്കളയിലാണെങ്കിൽ അത് എഴുതുക, LPG ഉപയോഗിച്ച്. വീടിനുള്ളിലാണ്, എന്നാൽ അടുക്കളയിലല്ല എങ്കിൽ അത് സെലക്ട് ചെയ്യുക. പാചകം തുറസായ സ്ഥലത്ത്, വീടിന് പുറത്ത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണോ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടത് അത് സെലക്ട് ചെയ്ത് എഴുതുക.
പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം. ഇപ്പോൾ വിറകൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, എങ്കിലും പ്രധാനമായി ഉപയോഗിക്കുന്നത് LPG ആണെങ്കിൽ LPG സെലക്ട് ചെയ്യുക. നമ്മൾ വീണ്ടും അടുത്ത പേജിലേക്ക് പോവുകയാണ്. അവിടെ കുടുംബത്തിന് ആവശ്യമുള്ള കൈവശമുള്ള ആസ്തികളാണ്. നമുക്ക് എന്തൊക്കെ അസറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. റേഡിയോ, ട്രാൻസിസ്റ്റർ. ഇപ്പോൾ പരമ്പരാഗത റേഡിയോ സെറ്റ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ ആയിരിക്കുമല്ലോ റേഡിയോ കേൾക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അത് എഴുതുന്നു. ഇനി റേഡിയോ ഉണ്ടെങ്കിൽ അത് എഴുതുക. അടുത്തതായി ടെലിവിഷൻ ഉണ്ട്. അത് എങ്ങനെ, ദൂരദർശനാണോ സൗജന്യ ഡിഷ് TV ആണോ, അത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻ കണക്ഷന്റെ കാര്യങ്ങൾ എഴുതുക. ഇന്റർനെറ്റിന്റെ ലഭ്യത, ഇപ്പോൾ ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടറിൽ, മൊബൈലിലൊക്കെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നമ്മുടെ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടോ ഇല്ലയോ, ഉണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടോ, ഉണ്ട്. ടെലിഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക. അതിൽ ലാൻഡ് ഫോണേ ഉള്ളെങ്കിൽ ലാൻഡ് ഫോൺ മാത്രം. ഇനി മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ, മറ്റ് സാധാരണ മൊബൈൽ ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അടുത്തത് സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, മോപ്പഡ്. നമ്മുടെ വീട്ടിൽ സൈക്കിൾ, സ്കൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അടുത്തത് മോട്ടോർ സൈക്കിൾ, മോപ്പഡ് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. രണ്ടും ഉണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. അടുത്തത് കാറ്, ജീപ്പ്, വാൻ. നമ്മുടെ വീട്ടിൽ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് സെലക്ട് ചെയ്യുക. കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം, അരിയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായി അവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാം. ആ പ്രിവ്യൂവിൽ നമ്മൾ ഇതുവരെ കൊടുത്ത മുഴുവൻ വിവരങ്ങളും അവിടെ ഉണ്ടാകും. ഈ വിവരങ്ങളെല്ലാം കൂടി നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡ്രാഫ്റ്റായി സംരക്ഷിക്കാം, ഇല്ലെങ്കിൽ സ്ഥിരീകരിച്ച് സമർപ്പിക്കാം. ഞാനിവിടെ സ്ഥിരീകരിച്ച് സമർപ്പിക്കുകയാണ്. ഡ്രാഫ്റ്റായി സംരക്ഷിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒന്നുകൂടി എഡിറ്റ് ചെയ്യാൻ കഴിയും. ഞാനിവിടെ അന്തിമ സമർപ്പണം, ഫൈനൽ സബ്മിഷനാണ്. ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഒരു സെൽഫ് എന്യൂമറേഷൻ ID കിട്ടിയിരിക്കുകയാണ്. ഇത് എന്റെ മൊബൈലിലും ഉണ്ടാകും. ഈ മൊബൈലിൽ വരുന്ന അതേ സെൽഫ് എന്യൂമറേഷൻ ID ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ തുടക്കത്തിൽ H എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ടാകും. ജൂലൈ 1 മുതൽ 31 വരെയുള്ള തീയതികളിൽ നമ്മുടെ വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് ഈ ID ആണ് നമ്മൾ കൈമാറേണ്ടത്. ഈ ID കൈമാറിക്കഴിഞ്ഞാൽ അവർ അത് വെച്ച് നമ്മൾ നൽകിയ വിവരങ്ങളെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിക്കും. എന്തായാലും ഈ രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിലെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതുന്നതിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഉടൻ തന്നെ വർക്കിംഗ് ക്ലാസ് മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് പരമാവധി ആൾക്കാർക്ക് ഇതിന്റെ വിവരങ്ങൾ ലഭിക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായി കാണും വരെ താങ്ക് യു.